കള്ളും കുടിക്കും, പേവെള്ളം അടിച്ച് കിടക്കുകയും ചെയ്യും, നിസ്കരിക്കാൻ പള്ളിയിൽ വരും. ഒരു പേടിയില്ല സഹോദര. വ്യഭിചരിച്ച് നടക്കുന്നവൻ കമ്മിറ്റി ഓഫീസിൽ കയറിയിരിക്കും പള്ളി പരിപാലിക്കാൻ. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. പള്ളി പരിപാലിക്കുന്നവന്റെ ക്വാളിറ്റി എടുത്തു നോക്കിയാൽ ഇതൊക്കെ കാണും. പടച്ചവനെ പലിശ കച്ചവടം, പിന്നെ അതൊക്കെ പോകട്ടെ. നിങ്ങൾ പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യും. പള്ളിയിലെ ഖതീബ് ദുആ ചെയ്യുമ്പോ ആമീൻ പറയാറുണ്ടോ? ശബ്ദം വല്ലതും കേൾക്കുന്നുണ്ടോ? പള്ളിയിൽ ദുആ ചെയ്യുമ്പോ ആമീൻ കേൾക്കാറില്ല. ഉസ്താദിന് തന്നെ തോന്നും, അല്ല ഞാൻ ആർക്കാ അല്ല ഇത് ദുആ ചെയ്യണേ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഞാന് പഠിച്ചിറങ്ങിയിട്ട് ജോലി ചെയ്യുമ്പോ എന്നെ ഒരു മരിച്ച വീട്ടിൽ വിളിച്ചു. 3-നെങ്ങാണ്ടാണ്, 3-നോ 7-നെങ്ങാണ്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, 3-നോ 7-നെങ്ങാണ്ട ഒരു മരണ വീട്ടിൽ എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയിട്ട് യാസീനൊക്കെ ഓതി. ഞാനും ഉണ്ട്, ഒരു ഉസ്താദുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിരുന്നൊരു യാസീനൊക്കെ ഓതി ദുആ ചെയ്യാൻ സമയമായപ്പോ വിളിക്കുക. ദുആ ചെയ്യാറായി. കാക്ക വാ, കാക്ക ദുആ ചെയ്ത ഉസ്താദ്, ദുആ ചെയ്ത ഉസ്താദ്. ഇവരിങ്ങനെ പറയുന്നുണ്ട്, എന്നോട് പറയുന്നു ദുആ ചെയ്തോളാം. അപ്പൊ എന്റെ കൂടെയുള്ള ചങ്ങാതി വിളിക്കണ, കാക്ക ദുആ, നിങ്ങൾ ദുആ ചെയ്തോളാം. ഇയാൾ നെയ്ച്ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുക അവിടെ. കുറെ നേരമായിട്ടും ആരും വരുന്നില്ല ആമീൻ പറയാൻ. ഞാൻ യാസീൻ ഓതിയിട്ട് കാത്തിരിക്കുക. അവസാനം ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ ഞാൻ ദുആ ചെയ്തു, അല്ലാഹുവേ ഈ ഓതിയ യാസീനിന്റെ പ്രതിഫലം എന്റെ അത്താടെ ഖബറിലേക്ക് എത്തിച്ചേക്കണേ അല്ലാഹ്. കാരണം അവർക്ക് ആർക്കും വേണ്ട. ആമീൻ പറയാൻ ആ വീട്ടുകാർ ആരും വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, പഠിച്ചവനെ എന്റെ വാപ്പാടെ ഖബർ. എന്റെ അടുത്തിരുന്ന ഉസ്താദ് നോക്കി, ഇദ്ദേഹത്തിന്റെ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊടുക്കണേ പഠിച്ചവനെ. ഞാൻ ദുആ ചെയ്തു. ഇതുപോലെ പള്ളിയിലെ ഖതീബ് ആ പാവം ദുആ ചെയ്തിട്ട് ഇങ്ങനെ നോക്കുക, ആരും ആമീനില്ല. അങ്ങനെ യാദൃശികമായിട്ട് ഒരു ദിവസം നോക്കുമ്പോ വലിയ ആമീൻ കേൾക്കുന്നുണ്ട്. ആമീനിന്റെ ശബ്ദം. ഉസ്താദിന് തന്നെ അത്ഭുതം, ആരാ അല്ലാഹ് ഇത്? ഒന്നാമത്തെ സഫില് ഒരു സഹോദരൻ 2 കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ ആമീൻ. ഉസ്താദിന് ഉഷാറായി. അല്ലാഹുവേ നീ നല്ല മരണം കൊടുക്കണേ അല്ലാ, ആമീൻ. സ്വർഗം തരണേ അല്ലാ, ആമീൻ. ഉസ്താദ് ദുആ ചെയ്യുന്നുണ്ട്, ഈ ചങ്ങായി ആമീൻ പറയുന്നുണ്ട്. ഉസ്താദ് ഇവനെ ഒന്ന് നല്ലതുപോലെ നോക്കി. 2 കയ്യും ഉയർത്തിപ്പിടിച്ചിട്ട് ആമീൻ പറയണ ഈ ചങ്ങാതിയെ നല്ലതുപോലെ നോക്കിയപ്പോ അവന്റെ പോക്കറ്റിന്റെ അകത്തിരിക്കുന്നുണ്ട്, നാളെയാണ് ഓണ ബമ്പർ. പടച്ചവന് ശനിയാഴ്ച ബമ്പർ, ലോട്ടറിയും പോക്കറ്റിൽ വെച്ചിട്ടാ ഈ പഹയൻ ആമീൻ പറയുന്നത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്ന് ആലോചിക്കേ എവിടെ എത്തിയെന്ന്. എടോ, നന്മയും തിന്മയും ഒന്നുപോലെ ചെയ്യാ. പള്ളിയിലെ ഖതീബിന് വെള്ളിയാഴ്ച ദിവസം കള്ളുകുടിയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? വ്യഭിചാരത്തെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? പലിശയെ കുറിച്ച് പ്രസംഗിക്കാൻ പറ്റുമോ? ഉസ്താദ് പ്രസംഗിച്ച പള്ളിക്കകത്തിരിക്കുന്നവൻ പറയും, ഇന്ന് നമുക്കിട്ടാടാ താങ്ങുന്നതെന്ന്. കാരണം എല്ലാം അതിനകത്തുണ്ട്, എല്ലാരും അതിനകത്തുണ്ട്. പേടിയില്ല. പണ്ടങ്ങനല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാൻ ഇന്ന് പേടിയില്ലടോ. എല്ലാരും തെറ്റുകൾ ചെയ്യുകയാണ്. നിസ്കരിക്കുന്നവനും കള്ളു കുടിക്കുന്നു, നിസ്കരിക്കുന്നവനും വ്യഭിചരിക്കുന്നു, നിസ്കരിക്കുന്നവനും പാപം ചെയ്യാൻ പേടിയില്ലടോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയം അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഹറാമായ വഴിയിലൂടെ സഞ്ചരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിനെ പേടി വേണം ചെറുപ്പക്കാരാ. അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടോ. എന്റെ പ്രിയപ്പെട്ടവർ, അല്ലാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് നമുക്ക് വേണ്ടത്. ഒരു റബ്ബുണ്ടെന്നുള്ള ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ആ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദര, ഇന്ന് തെറ്റ് ചെയ്യാൻ എളുപ്പമാ, ഇന്ന് പാപം ചെയ്യാൻ എളുപ്പമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് പാപം ചെയ്യാൻ വളരെ എളുപ്പമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളും കഞ്ചാവിന്റെയും കാലമാണല്ലോ, മയക്കുമരുന്നിന്റെ കാലമാണല്ലോ. പണ്ട് പടച്ചവനെ പണി കഴിഞ്ഞ് വന്നിട്ട് പടച്ചവനെ ബീവറേജിന്റെ മുമ്പില്, കള്ള് ഷാപ്പിന്റെ മുമ്പില്, ബാറിന്റെ മുമ്പില് കാത്തു നിന്നിട്ട് സയറിട്ടിട്ട് കുടിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. പണ്ട് ജോലി കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് ഇങ്ങനെ വന്നിട്ട് എന്റെ 50 ഒരുമിച്ചിട്ട് ഷെയർ ഇട്ടിട്ട് കുടിക്കുന്ന കാലം. ഇന്നിപ്പോ അതൊക്കെ ഉണ്ടോ? പാലിച്ചിക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഫ്രീ ആയിട്ട് കള്ളു കെട്ടുന്ന കാലം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നവരുണ്ടോ? ഇപ്പൊ കള്ള് ആരും കുടിക്കുന്നില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ.
ഇപ്പൊ ആരെങ്കിലും കള്ളു കുടിക്കുന്നുണ്ടോ? ഇപ്പൊ ആരും കള്ളു കുടിക്കുന്നില്ല, കഞ്ചാവ് അടിക്കുന്നില്ല, മയക്കുമരുന്ന് കൂടിയ ഐറ്റങ്ങളാ, കള്ളൊക്കെ പാവപ്പെട്ട അത്തപ്പാടികൾക്ക്. പടച്ചവനെ, ആർക്ക് വേണത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് കള്ളും കഞ്ചാവും വല്ലാതെ പടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാ കള്ളും കഞ്ചാവും. ഇന്ന് യുവതലമുറ വല്ലാതെ അതിനടിറ്റായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പടച്ചറബ്ബേ, അതിന് മതമില്ല, ജാതിയില്ല, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് 5 വയസ്സുള്ള ഒരു പൊന്നുമോള, ഒരു ക്രൂരൻ, ഒരു കാട്ടാളനായ ഒരു മനുഷ്യന് 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്ത് കൊന്നുകളഞ്ഞല്ലോ ഒരുത്തൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, 5 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വളരെ ക്രൂരമായ രീതിയിൽ, സുബ്ഹാനല്ലാഹ്, ഉൾക്കൊള്ളാൻ പോലും പറ്റാത്ത രീതിയിൽ വളരെ നിഷ്ഠൂരമായിട്ട് ഒരുത്തൻ കൊന്നുകളഞ്ഞല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ അങ്ങനെ കൊന്നുകളഞ്ഞപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ലഹരിക്കടിമയായിരുന്നു എന്നുള്ളതാ. അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. കുറച്ചു ദിവസം മുമ്പാണ് തൃശ്ശൂർ ജില്ലയിൽ വൈലത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തന്റെ മാതാവിന് തന്റെ ഉപ്പ മരണപ്പെട്ടുപോയി. തന്റെ ഉമ്മ രണ്ടാമതൊരു വിവാഹം കഴിച്ചു വിട്ടപ്പോൾ തന്നെ പൊന്നുപോലെ വളർത്തിയ ഉപ്പുപ്പയെയും ഉമ്മുമ്മയെയും പടച്ചവനെ കഴുത്തു കോഴി അറുക്കുന്നത് പോലെ കഴുത്തറുത്ത് കൊന്നുകളഞ്ഞില്ലേ ഒരുത്തൻ. ആലോചിച്ച് നോക്കിയേ, നല്ലതുപോലെ പഠിപ്പിച്ച കണ്ടവര് പറയുന്നു, കോഴി അറുത്തിട്ടതുപോലെ കഴുത്ത് മുറിച്ചെടുത്തിരിക്കുക. എന്തിന്റെ പേരിൽ? ലഹരി ഉപയോഗിക്കാൻ പൈസ ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പേരിൽ. മൂവാറ്റുപുഴ ഭാഗത്തല്ലേ രണ്ട് ചെറുപ്പക്കാര് ബൈക്ക് കൊണ്ടുവന്നിട്ട് റോഡ് ക്രോസ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇടിച്ചു മറിച്ചത്. എന്ത് സ്പീഡ് കൂടുതൽ, ലഹരി അടിച്ചിട്ട്. ഇവിടെ പരിസരമല്ലേ മാവേലിക്കര, 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മഴുവിന് വെട്ടിക്കൊന്നില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇവിടെ ചോദിക്കും, ഇവർക്ക് ആർക്കും ജാതിയില്ല, ജാതിയും മതവുമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഭാഷയില്ല, സംഘടനയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവരുടെയൊക്കെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അടിസ്ഥാനപരമായി ഇവർക്കുള്ള ഒന്നാമത്തെ കാര്യം, ഇവരെല്ലാവരും ലഹരിക്കടിമയായിരുന്നു. ഇവളെല്ലാവരും കള്ളിനും കഞ്ചാവിനും അടിമയാണ്. പടച്ചറപ്പേ, യുവതലമുറ എന്നതിന്റെ പുറകിലാ. ആൺകുട്ടികൾ മാത്രമല്ല, പെൺകുട്ടികൾ വരെ ഇന്ന് കള്ളു കുടിക്കുന്ന കാലമാ. പണ്ട് ആണുങ്ങൾ മാത്രമായി അടിക്കുക, ഇപ്പൊ പെണ്ണുങ്ങൾ അടിക്കാൻ തുടങ്ങി. നിങ്ങളൊക്കെ പത്രങ്ങളിലൂടെ വായിച്ച 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു പെൺകുട്ടി പറയുകയാ, ഞാൻ അടിച്ചിട്ടുണ്ട്, എന്റെ കൂടെയുള്ള 20 കുട്ടികളെ എനിക്കറിയാം. 20-12 വയസ്സുള്ള കുട്ടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പെൺകുട്ടികൾ പോലും ഇന്നലെയോ മെലഞ്ഞാന്നോ വാട്സപ്പിൽ ഒരു വീഡിയോ കണ്ടു, ബർത്ത്ഡേ ആഘോഷത്തിന്റെ ഒരു വീഡിയോ. പടച്ചവനെ, നമ്മളൊന്ന് ആലോചിച്ച് വെക്കേ, കള്ളോ എന്തോ പൊട്ടിക്കുന്നുണ്ട് ആ കുട്ടി. കുട്ടിക്കുന്നതിനിടയിൽ എല്ലാവരുടെ ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തു. മഫ്തയൊക്കെ ഇട്ട് നല്ലപോലെ തലയൊക്കെ തുണിയൊക്കെ ചുറ്റിക്കെട്ടിയ പെൺകുട്ടി. എല്ലാവരും കുടിക്കാൻ ഗ്ലാസ്സിൽ എടുക്കുമ്പോൾ അത് പറയുന്നുണ്ട്, ഹറാമ ഹറാമ ഹറാമ. ഒന്നാലോചിക്ക്, എവിടെ എത്തി നിൽക്കും നമ്മുടെ സമുദായം. എന്റെ പ്രിയപ്പെട്ടവരെ, കള്ളിനും കഞ്ചാവിനും അടിമയായിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുന്നു, മോനെ, കുടിക്കല്ലേടാ ചെറുപ്പക്കാരാ. കൂടെ പഠിക്കുന്ന കൂട്ടുകാര് പറയുകയാ, ഒരെങ്കിലും ഒരു വായെങ്കിലും എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സാധാരണ ഒരു മനുഷ്യനല്ല, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന ബർസീസ് എന്ന് പറയുന്ന മഹാനിന്റെ ചരിത്രം അറിയുമല്ലോ. പടച്ചറപ്പേ, ഒറ്റയ്ക്ക് കൂടാരം കെട്ടിയിട്ട് രാവും പകലും ബർസീസ് പടച്ചറപ്പിന് ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരുന്നത്. ഇബ്ലീസ് ഒരു മഹാന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. ബർസീസയുടെ കൂടാരത്തിൽ വന്നിട്ട് ചോദിക്കുന്നു, എനിക്ക് കൂടെ താമസിക്കാൻ അനുവാദം തരുമോ? എനിക്ക് കൂടെ ഇബാദത്ത് ചെയ്യാൻ അനുവാദം തരുമോ? ബർസീസ് അനുവാദം കൊടുക്കുകയാണ്. 3 ദിവസം രാവും പകലും ഭക്ഷണം കുടിക്കാതെ, വെള്ളം കുടിക്കാതെ ബർസീസയുടെ റൂമിനകത്ത് നിന്നുകൊണ്ട് ഇബ്ലീസ് നിസ്കരിക്കുകയാ. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, ഒരു നിമിഷം പോലും മാറുന്നില്ല. രാവും പകലും 3 ദിവസമായിട്ട് ഇബ്ലീസ് നിന്ന് ഇബാദത്ത് എടുക്കുകയാ. ബർസീസ ചോദിക്കുന്നു, നിങ്ങൾക്ക് വിശപ്പില്ലേ? നിങ്ങൾക്ക് ദാഹമില്ലേ? നിങ്ങൾക്ക് ഉറക്കമില്ലേ? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, എനിക്ക് അങ്ങനെയൊന്നുമില്ല. പടച്ചവനെ, ഇബ്ലീസ് ചോദിക്കുന്നു, എന്നെ പോലെ നിങ്ങൾക്കും ആകണോ? ബർസീസ് പറഞ്ഞു, എനിക്ക് എങ്ങനെയാകണം? അപ്പോഴാണ് ഇബ്ലീസ് പറയുന്നത്, നിങ്ങൾ
വലിയ ഒരു പാപം ചെയ്യണം. പാപം ചെയ്തിട്ട് അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചാൽ എന്നെ പോലെയാകാൻ പറ്റും നിങ്ങൾക്ക്. ഇബ്ലീസ് പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു കൊലപാതകം ചെയ്യണം. ബർസീസ് പറഞ്ഞു, അത് വലിയ പാപമാ. അല്ലാഹുവേ, കൊല ചെയ്യുന്നത് വല്ലാത്ത പാപമാ, ഞാൻ ചെയ്യൂല എന്നാ പറഞ്ഞു. നീ ഒരു പെണ്ണുമായിട്ട് വ്യഭിചരിക്കണം. അപ്പോഴും ബർസീസ് പറയുന്നു, വലാ തഖറബുസിനാ ഇന്നഹു കാന ഫാഹിശാ. വ്യഭിചാരം പാപമാ, ഞാൻ വ്യഭിചരിക്കൂല. അവസാനമായിട്ട് ഇബ്ലീസ് പറഞ്ഞു, എങ്കിലും നീ കള്ളു കുടിക്കൂ, അതിന് ചാര പാപമാണല്ലോ. പടച്ചവനെ, കൊലപാതകം ചെയ്യാൻ പറഞ്ഞു, വ്യഭിചരിക്കാൻ പറഞ്ഞു, കള്ളു കുടിക്കാൻ പറഞ്ഞു. ബർസീസ് വിചാരിച്ചു ഏറ്റവും ചെറുത് കള്ളാണല്ലോ. പടച്ചവനെ, കള്ള് ഷാപ്പ് കാണിച്ചു കൊടുത്തു. ബർസീസ് കള്ള് ഷാപ്പിനകത്ത് കയറി ചെന്നിട്ട് കള്ളു കുടിക്കുകയാണ്. കള്ളു കുടിച്ചു കഴിയുമ്പോ കള്ള് വിളമ്പി കൊടുക്കുന്ന പെണ്ണിനെ കണ്ടപ്പോ ബർസീസയ്ക്ക് മോഹം തോന്നുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് വ്യഭിചരിക്കുകയാണ്. ആ പെണ്ണുമായിട്ട് അവിടെ നിന്ന് ശാരീരികമായി ബന്ധപ്പെടുകയാണ്. ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. ഭർത്താവ് കണ്ടുകൊണ്ട് കടന്നു വരികയാ. പടച്ചവനെ, ഭർത്താവുമായി തമ്മിത്തല്ലായി ആ മനുഷ്യനെ ബർസീസ് കൊന്നുകളയുകയാണ്. നിങ്ങളൊന്ന് ചിന്തിക്കടോ. കള്ളു കുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകം ചെയ്തു, അവസാനം ജയിലറയിലായി. മരിക്കാൻ കിടക്കുന്ന സമയത്ത് തൂക്കുകയറിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, ഞാൻ നിന്നെ രക്ഷപ്പെടുത്താ, എന്റെ മുമ്പിൽ നീയൊന്ന് സുജൂദ് ചെയ്യൂ. പടച്ചവനെ, മഹാനായിരുന്ന ബർസീസ് അവസാന ഇബ്ലീസിന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ട് അതാ ഈമാനില്ലാതെ മരിച്ചു പോയെന്ന ചരിത്രം പറയുമ്പോ എല്ലാ പാപങ്ങളുടെയും ഉമ്മ കള്ളാടോ, എല്ലാ പാപങ്ങളുടെയും തുടക്കമതാ പടച്ചവനെ ലഹരി പദാർത്ഥമാണ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, കൂടെ പഠിക്കുന്നവന് കഞ്ചാവ് തന്നാല്, മയക്കുമരുന്ന് തന്നാല്, ബിയർ തന്നാല്, ബീഡിക്കുറ്റി തന്നാലും വലിക്കല്ലേടാ. നീ അവനോട് പറയണം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, ഒരു തുള്ളി കണ്ണ് തൊണ്ടയുടെ താഴെ ഇറങ്ങിയാൽ അവൻ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കൂല. കണ്ണ് കുടിക്കുന്നവനോട് സലാം പറയരുത്, കണ്ണ് കുടിക്കുന്നവനുമായി സഹകരിക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ നടക്കരുത്, കണ്ണ് കുടിക്കുന്നവന്റെ കൂടെ ഇരിക്കരുത്, കണ്ണ് കുടിക്കുന്നവനുമായി കൂട്ടുകൂടരുത്. പഠിച്ചവരെ, വലിയ പാപമാണെന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് കള്ളു കുടിക്കില്ല. നീയൊക്കെ എത്ര പറഞ്ഞാലും ഞാൻ ചെയ്യില്ലടാ. കാരണം എനിക്ക് അല്ലാഹുവിനെ പേടിയാ. എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങള്, കൂടെ പഠിക്കുന്നവൻ നിന്റെ കയ്യിൽ കയറി പിടിക്കുമ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാൻ മനസ്സില്ലാതെ പോകുന്ന പെങ്ങള്, മോളെ, അല്ലാഹുവിനെ പേടിയില്ലാത്തതെന്ത്? കൂടെ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്റെ കയ്യിൽ കയറി പിടിച്ചാ അവനോട് പറയണം, കൈയെടുക്കടാ. ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, ഫ്രണ്ട്ഷിപ്പൊക്കെ വേറെയാണ്, കൂട്ടുകാരൊക്കെ ശരിയാണ്, പക്ഷേ എന്റെ ശരീരത്തെ തുടർന്നത് വ്യഭിചാരമാ, എന്റെ ശരീരത്ത് തൊടുന്നത് വ്യഭിചാരമാ. എന്റെ ചെറുപ്പക്കാരാ, പറയണമടാ. കൂടെ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഓടി വന്ന് നിന്റെ കയ്യിൽ പിടിച്ചാ തോളിൽ തൊട്ടാൽ അവളോട് പറയണം, ഇനി ഒരിക്കലും നീ ചെയ്യരുത്, കാരണം ഇത് വ്യഭിചാരമാണ്. എനിക്ക് അല്ലാഹുവിനെ പേടിയാ, ഇത് വ്യഭിചാരമാണെന്ന് പറയണം ചെറുപ്പക്കാരാ. പക്ഷേ ഇന്നത്തെ തലമുറ അങ്ങനെയല്ലല്ലോ. തൊടുന്നതും പിടിക്കുന്നതും ഇരിക്കുന്നതും നടക്കുന്നതും കുഴപ്പമില്ലല്ലോ, അത് പാപമായി കാണുന്നില്ലല്ലോ. എങ്ങനെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, നിസ്കരിക്കുന്നവന് ഒരു സ്വർഗമുണ്ടടാ, ഖുർആൻ പഠിച്ചവന് സ്വർഗമുണ്ടടാ, ഹജ്ജ് ചെയ്തവന് സ്വർഗമുണ്ടടാ, നോമ്പ് പിടിച്ചവന് സ്വർഗമുണ്ടടാ, പഠിച്ചവരെ പള്ളി കെട്ടിക്കൊടുത്തവന് സ്വർഗമുണ്ടടാ. എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്, എല്ലാവർക്കും ഒരു സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അതാ ഒരാൾക്ക് രണ്ട് സ്വർഗമുണ്ട്.
ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ആർക്കാണ് രണ്ട് സ്വർഗമുള്ളതെന്നറിയോ? ചെറുപ്പക്കാരാ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഞാനൊരു ചെറുപ്പക്കാരനെ പറഞ്ഞു തരാ. കാഞ്ഞപ്പുഴയിൽ നിന്ന് വയത് കേൾക്കാമെന്ന് പ്രിയപ്പെട്ട യുവത്വത്തിന് പഠിക്കാൻ, നിനക്ക് മാതൃകയാക്കാൻ ഒരു ചെറുപ്പക്കാരൻ ഞാൻ പറഞ്ഞു തരാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടണമെങ്കിൽ അവന് സാധാരണ ഒരു ചെറുപ്പക്കാരനല്ല, അവൻ അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. എന്തിനാ ഉമർ തങ്ങൾ ഇഷ്ടപ്പെട്ടതെന്നറിയോ? 5 നേരം അല്ലാഹുവിന്റെ പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ റോഡിന്റെ തിണ്ണയിലല്ല, കലങ്ങിന്റെ മുകളിലല്ല, പള്ളിയുടെ വെളിയിലല്ല, അല്ലാഹുവിന്റെ പള്ളിയുടെ 1ാമത്തെ സഫിൽ എല്ലാ ദിവസവും 5 നേരം വന്നിരിക്കുന്ന ചെറുപ്പക്കാരരാ. അതുകൊണ്ട് ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാണ്. പടച്ചറപ്പേ, ഈ ചെറുപ്പക്കാരൻ ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് രാത്രിയിൽ വീട്ടിലേക്ക് പോകുകയാ. എല്ലാ ദിവസവും നിസ്കരിച്ചിട്ട് ഒരു ദിവസം നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇരുട്ടുള്ള രാത്രിയില് ഈന്തപ്പന മരങ്ങളുടെ നടുവിലൂടെ ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണ് കാത്തു നിൽക്കുകയാണ്. ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങി നിൽക്കുകയാണ്. ഒറ്റയ്ക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാ, ചുംബനം കൊടുക്കുകയാ. എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, നിന്നോട് വല്ലാത്ത പ്രണയമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിപ്പിച്ചതാടാ എന്ന് പറഞ്ഞു യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു സുന്ദരിയായ പെണ്ണ് ഒരു ചെറുപ്പക്കാരൻ തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുത്തിട്ട് യാചിക്കുകയാ. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാ. പടച്ചറപ്പേ, വ്യഭിചാരം ചെയ്തല്ലോ അല്ലാ, ഞാൻ തെറ്റുകാരനായി പോയല്ലോ, നരകത്തിന്റെ അവകാശിയായി പോയല്ലോ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടല്ലോ അല്ലാ. ബോധം കെട്ട് താഴെ വീഴുകയാ, പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അതാ വഴിയിൽ കിടക്കുന്ന ചെറുപ്പക്കാരനെ യാത്രക്കാര് കാണുകയാ. അവിടെന്ന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് തന്നു. പടച്ചറപ്പേ, പ്രായം ചെന്ന പിതാവ് ഓടി വന്ന് തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. ബോധം തിരിച്ചു വന്നപ്പോ ഉപ്പ ചോദിക്കുന്നു, എന്ത് പറ്റി മോനെ? ഉപ്പാ, എല്ലാം നശിച്ചു വാപ്പാ, ഞാൻ നരകത്തിന്റെ അവകാശിയാ, എന്റെ ശരീരത്തൊരു പെണ്ണ് തൊട്ടു വാപ്പാ. നടന്നത് മുഴുവനും കരഞ്ഞുകൊണ്ട് പറയുമ്പോ വാപ്പ പറഞ്ഞു, എന്റെ പൊന്നുമോന് തെറ്റുകാരനല്ല, ആ പെണ്ണല്ലേ പിടിച്ചത്. എന്റെ പൊന്നുമോൻ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവനാണല്ലോ. വാപ്പ എത്ര പറഞ്ഞിട്ടും ആ ചെറുപ്പക്കാരന്റെ കരച്ചില് തീരുന്നില്ല. നിലവിളിയാ, തന്റെ പൊന്നാര മകന് മരിച്ചു പോകുമോ എന്ന് പിതാവിനെ പേടിയാവുകയാണ്. അവിടുന്ന് സമാധാനിപ്പിക്കുമ്പോ മകൻ പറഞ്ഞു, വാപ്പാ, ഉമർ തങ്ങളോട് ചെന്ന് ചോദിക്ക്, ഉമർ തങ്ങളോട് മസല ചോദിക്ക്. ഖലീഫയായ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് പറഞ്ഞു വിട്ടു. ഉമർ തങ്ങളുടെ മുമ്പിൽ ചെന്നു പൊന്നാര മകന്റെ സംഭവം പറഞ്ഞു കൊടുത്തു. ഉമർ തങ്ങൾ പറഞ്ഞു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ, അവന് തെറ്റുകാരനല്ല, ആ പെണ്ണിങ്ങോട്ട് കയറി പിടിച്ചതാണല്ലോ. വാപ്പയ്ക്ക് വലിയ സന്തോഷമായി. തന്റെ പൊന്നാര മകനോട് ഇത് പറയാ. വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയുമോ? യുവത്വമേ,
നെഞ്ചു പൊട്ടികെട്ട് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഒരു പെണ്ണെന്നെ തൊട്ടല്ലോ, ഞാൻ നരകത്തിലാണല്ലോ, അള്ളാനോട് കണക്ക് പറയണമല്ലോ. പേടിച്ചവിടെ നിന്ന് നിലവിളിച്ച് മരിച്ചു പോയടാ ചെറുപ്പക്കാരാ. ഈ ചെറുപ്പക്കാരന്റെ കബർ കൊണ്ട് ജനാസ കൊണ്ട് കബറടക്കുകയാ. ജനാസ കബറടക്കിയിട്ട് ആ കബറിന്റെ ചാരത്തിരുന്നിട്ട് ഉമർ തങ്ങൾ ഓതിയ ആയത്തേതെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. കാഞ്ഞിപ്പുഴയിലെ പെങ്ങന്മാരോട് പറയുകയാ, ഹജ്ജ് ചെയ്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളി കെട്ടിക്കൊടുത്തവനൊരു സ്വർഗമേ ഉള്ളൂ, പള്ളിയിലെ ഖതീബിനൊരു സ്വർഗമേ ഉള്ളൂ, ഹാഫിദിനൊരു സ്വർഗമേ ഉള്ളൂ, നിസ്കരിക്കുന്നവർക്കൊരു സ്വർഗമേ ഉള്ളൂ. കൂടെ പഠിക്കുന്ന ഒരുത്തൻ നിന്റെ ശരീരത്തെ തൊടുമ്പോ ഇത് വ്യഭിചാരമാടാ, ഇത് പാപമാടാ. ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹനെ പേടിക്കുന്നവനാടാ, എനിക്ക് പടച്ച റബ്ബിനെ പേടിയാ. കൂടെ പഠിക്കുന്നവന് മയക്കുമരുന്ന് തരുമ്പോ, കഞ്ചാവ് തരുമ്പോ, ഒന്ന് പുകയ്ക്കടാ, ഒന്ന് വലിക്കടാ, ബിയറൊന്ന് കുടിക്കടാ എന്ന് പറഞ്ഞ് നിന്നെ വിളിക്കുമ്പോ അവനോട് പറഞ്ഞു കൊടുക്കണം, മിന്നീ അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടിയാ, എനിക്കല്ലാഹനെ പേടിയാ. അങ്ങനെ പറഞ്ഞ അല്ലാഹു നിനക്ക് 2 സ്വർഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തെറ്റ് ചെയ്യാൻ അവസരം കിട്ടി, നട കുടിക്ക്, നാ വലിക്ക്, എന്ത് വേണമെങ്കിലും ചെയ്യ്, പറയണം ഇന്നി അഖാഫുല്ലാഹ്, എനിക്കല്ലാഹനെ പേടി, എനിക്കല്ലാഹനെ പേടി, ഞാൻ ഈ പണിക്കില്ല. വ്യഭിചരിക്കാനും കള്ളുകുടിക്കാനും വൃത്തികേട് ചെയ്യാനും ഞാനില്ല, എനിക്കല്ലാഹനെ പേടിയ. 2 സ്വർഗം അല്ലാഹു നിനക്ക് തരുമെന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇന്ന് തൊടുന്നതും പിടിക്കുന്നതും ഒന്നും ഒരു തെറ്റല്ലടോ. ഉമ്മ തന്നെ പറയാ, കേറിപ്പൊക്കോ, കൂട്ടുകാരനല്ലേ, അവന്റെ ബൈക്കിന്റെ പുറകെ കേറിപ്പൊക്കോ. അല്ലെങ്കിൽ അവർ ഇങ്ങനെ പറഞ്ഞു വിടുന്ന ഒരു കാലം തെറ്റല്ല. കൂടെ പഠിക്കുന്നവൻ തുടങ്ങിയ ചെറുപ്പക്കാരൻ, നീ പൊട്ടനാകരുത് മോനെ. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നത്, എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നത്, നിന്റെ ശരീരത്തെ തൊടുന്നവനുമായിട്ടുള്ള ബന്ധം അതോടുകൂടി അവസാനിപ്പിക്കണം. കാരണം അവൻ നല്ലവനല്ല, അവൻ നല്ലവനല്ലടാ. നിന്റെ ശരീരത്തെ തൊട്ടിയും തടകിയും നിൽക്കുന്ന ആ പെൺകുട്ടി നല്ലവളല്ല. നീ ആദ്യം വ്യക്തമായി മനസ്സിലാക്കുക. ഞാൻ ചുമ്മാതെ പറഞ്ഞല്ല, തെളിവ് സഹിതം ഞാൻ പറഞ്ഞു തരാം. നല്ല ഒരു പെൺകുട്ടിയാണെങ്കിൽ നിന്റെ ശരീരത്ത് തൊടില്ല. നല്ല ഒരു അല്ലാഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിന്നെ തൊടില്ല. അതിനുള്ള ഏറ്റവും വലിയ തെളിവെന്താ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി, മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മഹദി ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബിബി റളിയല്ലാഹു തആലയുടെ ചരിത്രം അറിയുമല്ലോ. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു. നബിതങ്ങളും സ്വഹാബത്തും ഒരു യാത്രയിൽ ഇങ്ങനെ വരുമ്പോ ആയിഷ ബീവി ഉണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ കൂടാരത്തിനകത്ത് ഇരിക്കുന്നുണ്ട്. ഒരു സ്ഥലത്ത് ചെന്നപ്പോ നബിതങ്ങൾ നിർത്താൻ പറഞ്ഞു, വാഹനമൊക്കെ നിർത്തി. എന്നിട്ട് പറഞ്ഞു പെണ്ണുങ്ങൾ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകാൻ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കൂടാരത്തിനകത്ത് നിന്ന് താഴെ ഇറങ്ങിയിട്ട് തന്റെ ആവശ്യം പോയി സാധിപ്പിച്ചു. തിരിച്ചു കയറി ആ കൂടാരത്തിലേക്ക് കയറുന്നത് എല്ലാരും കണ്ടു. പെണ്ണുങ്ങളൊക്കെ കയറി കഴിഞ്ഞപ്പോ നബിതങ്ങൾ പറഞ്ഞു, ഇനി ആണുങ്ങൾ പോകാൻ. ആണുങ്ങൾ എല്ലാവരും പോയി മലമൂത്ര വിസർജനത്തിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഇതിന്റെ മുകളിൽ ഇരിക്കുമ്പോഴാ തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആലയ്ക്ക് മനസ്സിലായി, ഞാൻ പോയ സ്ഥലത്ത് നഷ്ടപ്പെട്ടത്. ആയിഷ ബീവി അതിന്റെ മുകളിൽ നിന്നിറങ്ങി മാല തെരഞ്ഞുപോയി, ആരും കണ്ടില്ല. ആണുങ്ങൾ എല്ലാവരും അവരവരുടെ കുതിര വാഹനത്തെ പുറത്ത് കയറി എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ചെന്ന് മാലയും കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നപ്പോ ആരെയും കാണുന്നില്ല, എല്ലാരും പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല ഒറ്റയ്ക്ക് അവിടെ വിഷമിച്ചിരുന്നു. അപ്പോഴാണ് വരുന്നത് സഫ്വാൻ റളിയല്ലാഹു തആല അൻഹു.
നഷ്ടപ്പെട്ടു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ ഏറ്റവും പുറകിൽ വിട്ട സഹാബി ആയിഷ ബീവി റളിയല്ലാഹു തആലയെ കണ്ടു. കേറുമ്മ, ഉമ്മാനെ വാഹനത്തിന്റെ മുകളിൽ കയറ്റി. എന്തെന്ന് പോലും ചോദിച്ചില്ല. അവിടെ നിന്ന് പോയി. രാത്രി മുഴുവനും സഞ്ചരിച്ചു. അവസാനം പകലാണ് ചെല്ലുന്നത്. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയും രണ്ടുപേരും കൂടെ പകലാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് എല്ലാ സാധനങ്ങളും പുറത്തിറങ്ങുന്ന സമയ ആണല്ലോ. പള്ളിയുടെ മുമ്പിലും പട്ടിയുടെ വൈകിയ സമയമാകുമ്പോ എല്ലാം കൂടെ കൂടുന്നൊരു സമയമുണ്ടല്ലോ. അല്ലെ, ഇറച്ചിനെല്ലാം കൂടെ കൂടുന്ന ചില സമയങ്ങളുണ്ടല്ലോ. അസ്ർ കഴിഞ്ഞു കഴിഞ്ഞാൽ ചായക്കടലും പരിസരത്തും കടത്തുണ്ടെങ്കിലും കൂടിയിട്ട് ചർച്ച ചെയ്യണ പോലെ അന്നും ഉണ്ടെന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സമയത്താ ആയിഷ ബീവിയും സഫ്വാൻ റളിയല്ലാഹു തആല ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വരികയാ. കൊടുങ്കാറ്റടിക്കണ പോലെ കാറ്റടിച്ചു. പടച്ചനെ പറയേണ്ടതില്ല. ആയിഷ ബീവിയെ വെറുതെ വിട്ടില്ല. പിന്നെ പാവപ്പെട്ട ആമിനായ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യ വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തി. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടർന്നു. എല്ലായിടത്തും ചർച്ച ആയിഷയെ കുറിച്ച്. നബിതങ്ങൾ മിണ്ടുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വാക്ക് പോലും മിണ്ടില്ല. നേരെ പള്ളിയിൽ പോകും, നിസ്കരിക്കും, റൂമിനകത്ത് കയറും. സഹാബികൾ ഓരോരുത്തരും നബിതങ്ങളുടെ മുമ്പിൽ വന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങള്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ, ഉസ്മാൻ തങ്ങൾ, അലി തങ്ങൾ നബിതങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വന്നു. മഹാനായ സയ്യിദന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു നബിതങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നു. എന്തേ നബിയെ മിണ്ടാത്തെ? എന്താ സംഭവം? എന്താ മിണ്ടാത്ത? എന്താ? നബിതങ്ങൾ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷാനെ കുറിച്ച് പറയുന്നത് നീ കേട്ടോ? കേട്ട് നബിയെ. നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കൂല നബിയെ. എന്റെ ആയിഷ വ്യഭിചരിച്ചു എന്ന് എല്ലാരും പറയുന്നു, നീ വിശ്വസിക്കുന്നു? മരിക്കണ കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. തെളിവുകൾ മുഴുവനും എന്ത് തെളിവുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കൂല. എന്തേന്ന് ചോദിച്ചു നബിതങ്ങള്. ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തേ നീ ഇങ്ങനെ പറയണേ? ആയിഷ തെറ്റ് ചെയ്യത്തില്ല എന്ന് നീ ഉറപ്പിച്ചു പറയാനുള്ള കാരണം എന്താ? പെൺകുട്ടികളും ആൺകുട്ടികളും കേട്ടോ, പെൺകുട്ടികളും ആൺകുട്ടികളും കേൾക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഉമർ തങ്ങളോട് ചോദിച്ചു, എന്തുകൊണ്ടാ നീ ഇങ്ങനെ പറയണേ? പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നബിയെ, ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് ആരാ? അള്ളയല്ലേ പറഞ്ഞ കല്യാണം കഴിക്കാൻ? ആയിഷ ബീവിയെ വിവാഹം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയാണല്ലോ പറഞ്ഞത്. എന്നാ ഖുർആൻ പറഞ്ഞ എന്താ? വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. അള്ള പറയുകയാ, നിങ്ങൾ വ്യഭിചാരത്തിനോട് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. ഇതെല്ലാവർക്കും അറിയാം. ഈ ആയത്ത് എല്ലാവർക്കും അറിയാം. വലാ തഖറബുസിന ഇന്നഹു കാന ഫാഹിഷ. ഇത് വളരെ മോശമായ വൃത്തികെട്ട ഒരു സ്വഭാവമാണ് ഈ വ്യഭിചാരം. അതുകൊണ്ട് അതിലേക്ക് അടുക്കുന്ന കാര്യങ്ങൾ പോലും ചെയ്യരുത്. എന്നാൽ അതിനുശേഷം ഒരു അല്പം കൂടെയുണ്ട്, വസാഅ സബീല. അതിന്റെ അർത്ഥം എന്താണെന്ന് വായിച്ചു നോക്കണം ചെറുപ്പക്കാരാ. മോനെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് ക്വാളിറ്റി ഇല്ല. പച്ച മലയാളം ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയണില്ല. നാടൻ ഭാഷ, കൊല്ലം ജില്ലയിലെ ഭാഷ വെച്ച് ഞാൻ പറയണില്ല, കാരണം ഉസ്താദായി പോയി, ഇത് ലൈവായി പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് എന്ന് പറഞ്ഞ ക്വാളിറ്റി ഇല്ലെന്ന്. അപ്പൊ ഉമർ തങ്ങൾ ചോദിക്കുകയാ, ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അള്ള പറയുവോ? അള്ള പറയൂ, ഇല്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതാ ഞാനും പറഞ്ഞത്. ക്വാളിറ്റി ഇല്ലാത്തവളാടാ കേറി പിടിക്കാൻ വരുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈമാൻ തരുമാറാകട്ടെ. ക്വാളിറ്റി ഇല്ലാത്ത നല്ല കുടുംബത്തിൽ പറഞ്ഞ ആരെങ്കിലും വരുവോ? നല്ല ഉപ്പായ്ക്കും ഉമ്മായ്ക്കും പറഞ്ഞ അള്ളാനെ പേടിച്ച് ജീവിക്കണ ഏതെങ്കിലും പെണ്ണ് പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം പിടിക്കാൻ വരുവോ? ഏതെങ്കിലും ഒരുത്തം നിന്നു കൊടുക്കോ? ഇല്ല. ക്വാളിറ്റി ഇല്ലാത്തവരെ ഈ പണിക്ക് നിൽക്കൂ. അതുകൊണ്ട് അള്ളാഹുവിനെ ഭയക്ക്. തൊട്ടും തടകിയും പിടിച്ചിട്ടുള്ള ബന്ധമൊന്നും വേണ്ട. മാറുന്നില്ലേ? ഞാൻ അന്യ പെണ്ണ എന്റെ ശരീരത്ത് തുടരുത്, ഞാൻ അന്യ പുരുഷനാ എന്റെ ശരീരത്ത് തുടരുത്. അത് ആരാണെങ്കിലും പറയാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടോ? അള്ള പറയുകയാ, നിനക്ക് വേണ്ടി ഞാൻ 2 സ്വർഗ്ഗം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിനക്ക് ഞാൻ തരാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അത് ചേട്ടത്തിയാണെങ്കിലും കൊച്ചാപ്പാട മോള ആരാണെങ്കിലും പറയേണ്ടത് പറയണം.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മൾക്ക് അല്ലാഹുവിനെ പേടി വേണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ ഭയക്കണം ചെറുപ്പക്കാരാ. നമ്മൾ അല്ലാഹുവിനെ പേടിക്കണം മോനെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ 1-ാമത്തെ ആയത്ത് നിനക്കറിയുമല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. എല്ലാവർക്കും അറിയുന്ന ആയത്താ. എങ്കിൽ അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? പഠിക്കു ചെറുപ്പക്കാരാ. അത് വല്ലാത്ത ഒരായത്താടാ. അതൊരു ഭീഷണിയാടാ. അതൊരു ഓർമ്മപ്പെടുത്തലാടാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏറ്റവും അവസാനത്തെ ആയത്ത് ഏതെന്നറിയോ? വത്തഖൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹു പറയുകയാ, നമ്മൾ പറയുമല്ലോ ഓന്തോടിയാൽ എവിടെ വരെ ഓടാനാ. അല്ലാഹു പറയുകയാ, നീയൊക്കെ പോയാ എവിടെ വരെ പോകാനാടാ. എന്റെ മുമ്പിൽ തന്നെ വരുമല്ലോ, എന്റെ മുമ്പിൽ തന്നെ കൊണ്ടുവരുമല്ലോ. നിന്നെയല്ല ഞാൻ അവസാനം എന്റെ മുമ്പിൽ തന്നെ തിരിച്ചു കൊണ്ടുവരുമല്ലോ. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഉമ്മമാരേ അല്ലാഹുവിനെ പേടിക്കുമ്മാ. പ്രായമൊക്കെയായില്ലേ, പ്രായമൊക്കെയായില്ലേ, പടച്ചവനെ മുടി നരച്ചില്ലേ ഉമ്മ. 40-ഉം 50-ഉം വയസ്സായില്ലേ ഉമ്മ. ഇനി എന്ന് നന്നാകാനാ? എന്റെ ശബ്ദം കേൾക്കുന്ന പെങ്ങളെ, പെമ്മക്കളെയൊക്കെ കല്യാണം കഴിച്ച് വിടാ പ്രായമായില്ലേ പെണ്ണ്. എന്നിട്ടും നിന്റെ സ്വഭാവത്തിൽ മാറ്റമില്ലല്ലോ, അഹങ്കാരമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് പറയുന്ന വാപ്പാ, നീ ഉപ്പയായില്ലേ. നിന്റെ കൂടെ നടന്നവരും കൂടെ പഠിച്ചവരും പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിനകത്ത് ചെന്നില്ലോ. എന്നിട്ടും നിനക്ക് നന്നാകാ സമയമായില്ലോ. അഹങ്കാരത്തിന് മാറ്റമില്ലല്ലോ. എന്താ വാപ്പാ അഹങ്കാരികളെ പോലെ നടക്കുന്നത്? ആരെ പരാജയപ്പെടുത്താനാ? നീ ആരോടാകണം നീ കാണിക്കുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് നിന്റെ പള്ളിപ്പറമ്പിലെ കുടിക്കകത്തെത്തിക്കാൻ കരിവെള്ള പടച്ചറപ്പിനോടാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, സ്വന്തം നഫ്സിനോട് ഞാൻ പറയുന്നു, നമ്മൾ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കൂ. അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചില്ലെങ്കിലോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു നമ്മളെ തകർത്ത് കളയും സഹോദരാ. നമ്മളെ പടച്ചറപ്പ് പരാജയപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ മനസ്സിനകത്ത് പേടി വേണമുമ്മ. ഇതല്ലാന്റെ കലാമാ, ഇതല്ലാന്റെ കലാമാ. ഈ ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. അതുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലാഹു ഖുർആനിലൂടെ സ്വാഗതം പറഞ്ഞ അല്ലാഹു സ്വർഗത്തിലാണെന്ന് പറഞ്ഞ 1-ാമത്തെ അടിമയുടെ 1-ാമത്തെ അടയാളം എന്തെന്നറിയോ? അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത്തു ഖുലൂബുഹും. അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ, അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. അല്ലാഹുവേ, നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. നിന്നെ പേടിച്ച് ജീവിക്കാനുള്ള മനസ്സ് നൽകണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, 2-ാമത്തെ അടയാളം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, അല്ലദീന ഇദാ ദുകിറല്ലാഹ്. 1-ാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത പേടിയാ. 1-ാമത്തെ അടയാളം അവർക്ക് അല്ലാഹുവിനെ വല്ലാത്ത ഭയം. അല്ലാഹു ആ ഭയം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ആ ഭയം എനിക്ക് നിങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരെണ്ണം പറഞ്ഞപ്പോഴേ 10:40 ഞാൻ 45 നിർത്താന്നല്ലേ പറഞ്ഞു? 45 നിർത്താന്നാ പറഞ്ഞു. ഒരെണ്ണം പറഞ്ഞപ്പോ തന്നെ 10:40. ഇനി 3 എണ്ണം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഒരെണ്ണം കൂടെ പറയാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? പറയണോ നിർത്തണോ? പറയണോന്ന് ആഗ്രഹമുള്ളവര് കൈവക്കിക്കും. അപ്പൊ കുഴപ്പമില്ല, ഇത്തിരി കൂടെ ഓടും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. രണ്ട് ഞാൻ പറയുന്ന ഈ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അള്ളാഹ് തരുന്ന പ്രതിഫലം കൂടെ പറഞ്ഞിട്ടേ ഞാൻ പോത്തുള്ളൂ. ആഖിറത്തിൽ കിട്ടുന്ന പ്രതിഫലം ദുനിയാവിൽ അള്ളാഹു തരുന്ന പ്രതിഫലം ഞാൻ പറയാം. അള്ളാഹു പറയുകയാ അവർക്കുള്ള രണ്ടാമത്തെ ഗുണം പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അള്ളാഹു അവർക്ക് എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അവര് ശമിക്കും. അള്ളാഹു എന്തെങ്കിലും രോഗങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ദുരിതങ്ങളോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കൂല. അവർക്ക് ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ, നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, നീ സ്വർഗത്തിലാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.